കഴിഞ്ഞ ദിവസം എല്ലാവരും ഏറ്റെടുത്തൊരു വീഡിയോ ആയിരുന്നു വിജയുടെയും ദേവികയുടെയും വീഡിയോ. അതിൽ ദേവിക മൂന്നാമത് ഗർഭിണിയാകുന്നു എന്ന സംശയത്തിലാണ് പ്രേക്ഷകർ. ആ വീഡിയോയിൽ മക്കൾക്ക് പ്രായമായി എന്നും മക്കൾ വളർന്നത് അറിഞ്ഞില്ല എന്നുമൊക്കെയാണ് ദേവികയും വിജയും പറയുന്നത്. അതുപോലെ ഇനിയൊരു കുട്ടിയുണ്ടായാൽ തന്നെ പേരിടുന്ന കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. കാരണം ആദ്യ കുട്ടിക്കും രണ്ടാമത്തെ കുട്ടിക്കും പേരിട്ടത് വിജയ് ആയതുകൊണ്ട് തന്നെ ആ പേരിൻ്റെ പേരിൽ വളരെയധികം തന്നെ വിമർശനങ്ങളും പരാമർശവും ഉണ്ടായിരുന്നു. ആ പേരിൻ്റെ പേരിൽ പോലും ഈ കുഞ്ഞിൻ്റെ വാർത്ത വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. വിജയ് തന്നെയാണ് പേരിട്ടതെന്നും ദേവികയ്ക്ക് പേരിടാനുള്ള അവസരം പോലും ലഭിച്ചില്ല എന്ന് ദേവിക പരാതി പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ദേവിക മിണ്ടരുത് എന്നാണ് വിജയോട് പറയുന്നത്. ദേവിക മൂന്നാമത് ഗർഭിണിയാണോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത്. ഇവർ പറയാതെ പറയുകയാണ് എന്ന് പ്രേക്ഷകർ പറയുന്നു. എന്തായാലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ പറയാതിരിക്കില്ല എന്നും മറ്റ് 2 കുട്ടികളുടെ കാര്യങ്ങളും അവർ പറഞ്ഞിട്ടുണ്ടെന്നും പറയുന്നു. അല്ലെങ്കിൽ അവർ മറച്ചു വയ്ക്കുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കാരണമുണ്ടായിരിക്കും. എല്ലാം അവരുടെ ജീവിതമാണ് എന്നും അവരെ അങ്ങനെ തന്നെ ജീവിക്കാൻ സമ്മതിക്കൂ എന്നൊക്കെയാണ് പ്രേക്ഷകർ പറയുന്നത്. പ്രേക്ഷകർക്കത് മനസ്സിലാകുന്നുണ്ട്. പ്രേക്ഷകർ അതനുസരിച്ച് തന്നെയാണ് സംസാരിക്കുന്നതും. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ പോലും ഇതേ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു. ആരാധകർ വളരെയധികം സ്നേഹത്തോടെയാണ് ആ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുകയും ചെയ്യുന്നത്. പ്രേക്ഷകർക്ക് വളരെയധികം സ്നേഹം തോന്നുന്ന വാർത്തയായി ഇത് മാറുന്നു. ദേവികയും അതുപോലെ തന്നെ വിജയും ഗർഭിണിയാണെങ്കിൽ അവർ പറയും, പറയാതിരിക്കില്ല. ഒരിക്കലും അവർ അത്തരത്തിൽ ചെയ്യില്ല, പ്രവർത്തിക്കില്ല. ഇതാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്നത് തന്നെ. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ദേവികയുടെയും വിജയുടെയും വാർത്തയാണ് വൈറലാകുന്നത്. ഒരു വീഡിയോ പങ്കുവച്ചതിന് ശേഷമാണ് ഇവരുടെ വാർത്ത കൂടുതൽ പ്രേക്ഷകരും ഏറ്റെടുക്കുന്നത്. വിജയോടും ദേവികയോടും ഒരു പ്രത്യേക സ്നേഹമുണ്ട് പ്രേക്ഷകർക്ക്. കുഞ്ഞുങ്ങളുടെ കളിയും ചിരിയും കുസൃതിയും കാണാൻ വേണ്ടി മാത്രം വിജയുടെയും ദേവികയുടെയും വ്ളോഗുകൾ കാണാനെത്തുന്നവർ ഏറെയാണെന്നറിയാം. വിവാഹശേഷം അഭിനയത്തിൽ നിന്നും വിട്ടുനിൽക്കുന്ന ദേവിക ആത്മജനൈ സെൻറ്റർ വഴി നിരവധി നൃത്തവും യോഗയും എന്നിവ പരിശീലിപ്പിക്കുന്നുണ്ട്. സീരിയൽ അഭിനയവും ആങ്കറിങ്ങും വിവാഹത്തിന് മുൻപ് വരെ ദേവിക മിനിസ്ക്രീനിൽ സജീവമായിരുന്നു എന്ന് പറയാം. അഭിനയത്തിൽ നിന്നും വിട്ടുനിൽക്കാമെന്ന് സ്വയം എടുത്ത തീരുമാനമാണ് എന്നുകൂടി പറയുന്നു. ഒരിക്കൽ ആരാധകരോട് സംവദിക്കവേ ദേവിക ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുമുണ്ട്. ദേവിക പങ്കുവച്ച പുതിയ റീല് വൈറലാകുന്ന കൂട്ടത്തിൽ തന്നെയാണ് പ്രേക്ഷകർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതെന്ന് കൂടി പറയണം. പ്രേക്ഷകർ വളരെയധികം അതിനെക്കുറിച്ച് ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. 2026 സംഭവമാണിത്. വിജയ്ക്ക് പിള്ളേർ പേരിട്ടാൽ മതിയായില്ലെന്ന് തോന്നുന്നല്ലോ എന്നാണ് കമൻറ്റ്. മക്കൾക്ക് തങ്ങൾ ഇഷ്ടപ്പെട്ട പേരിട്ടതിൻ്റെ പേരിൽ ഇത്രത്തോളം വിമർശനം കേട്ട മാതാപിതാക്കൾ വേറെ ഉണ്ടാകില്ല. ഇൻഫ്ലുവൻസേഴ്സും സെലിബ്രിറ്റീസുമായ ഇതാണ്. നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം നമുക്ക് ഒരു കാര്യം ചെയ്യാനും സമ്മതിക്കില്ല. എല്ലാത്തിലും ഇങ്ങനെ ഓരോരുത്തരുടെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിരിക്കും. അത് വളരെയധികം പ്രശ്നമായി മാറുകയും ചെയ്യും. പ്രേക്ഷകർ വളരെയധികം ചിന്തിക്കുകയും ചെയ്യുന്നത് ഇതേ കാര്യത്തെക്കുറിച്ച് തന്നെയാണ്. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും പങ്കുവയ്ക്കുന്ന വാർത്തയും ഇതുതന്നെയാണ് എന്ന് നമുക്ക് വ്യക്തമായി പറയാൻ സാധിക്കുന്നു. ആരാധകർ വളരെയധികം തന്നെ ശ്രദ്ധിക്കുന്നതും ഇതേക്കുറിച്ച് തന്നെയാണെന്നും സോഷ്യൽ മീഡിയയിൽ തന്നെ ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന പോലെ തന്നെ വളരെയധികം വ്യക്തമാക്കുകയും ചെയ്യുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.